ആദ്യം തൊടുപുഴയിൽ, പിന്നീട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ, കണ്ണൂരിൽ, എറണാകുളത്ത്, ആലുവയിൽ, കേരളത്തിൽ അങ്ങോളം ഇന്നലെ സമരത്തിന്റെ രാത്രിയായിരുന്നു. സമയം 10 മണിക്ക് ശേഷം കേരളത്തിന്റെ യുവത്വം ഇന്നലെ ഉറങ്ങിയിട്ടില്ല. യുവത്വം ഉറങ്ങാതെ തെരുവിലിറങ്ങി. എന്തിനാണെന്നല്ലേ? തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് കേരളീയ യുവത്വത്തിന്റെ പ്രതീകമായ ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പ്രതിഷേധം ഇന്നലെ അണ പൊട്ടിയൊഴുകുകയായിരുന്നു. രാത്രി 1 മണിക്കാണ് കൊണ്ടോട്ടിയിൽ ദേശീയപാത യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ ഉപരോധിക്കുന്നത്. രാത്രി 11 മണിക്കാണ് കൊയിലാണ്ടിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ ദേശീയപാത ഉപരോധിക്കുന്നത്. രാത്രി 1 മണിക്കാണ് വടകരയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അരങ്ങേറിയത്. തൊടുപുഴയിൽ പോലീസ് സ്റ്റേഷനകത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇരമ്പിയെത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിനെ പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചു. കോഴിക്കോട് കമ്മീഷൻ ഓഫീസ് നടത്തിയ മാർച്ചിന് നേരെ കണ്ണിൽ ചോരയില്ലാത്ത പോലീസിലെ ക്രിമിനലുകൾ അതിക്രൂരമായ അതിക്രമം അഴിച്ചുവിട്ടു. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ നിയമം ലംഘിക്കാൻ തീരുമാനമെടുത്തിരുന്നെങ്കിൽ കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനുകളും അഗ്നിക്കിരയാകുമായിരുന്നു. കേരളം ഇന്നലെ യുദ്ധക്കളമായി മാറുകയായിരുന്നു. കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് R ഷഹീനും കൽപ്പറ്റ MLA T സിദ്ദീഖും KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് PM നിയാസും K ജയന്തും DCC ജനറൽ സെക്രട്ടറി ഷാജിർ റാഫത്ത് അടക്കമുള്ള നേതാക്കന്മാർ ഇടപെട്ട് ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകന്മാരെ നിയന്ത്രിച്ചത്. അവർക്ക് പലപ്പോഴും അവരുടെ നിയന്ത്രണം തെറ്റുന്ന കാഴ്ച കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ കണ്ടു. കാരണം ഷാഫി പറമ്പിലിനെ പോലീസുകാർ ആക്രമിച്ചു. ആ വാർത്ത ഒരു കാട്ടുതീ പോലെയാണ് ഇന്നലെ കേരളത്തിൽ പടർന്നത്. ഷാഫിയുടെ മൂക്കിന്റെ പാലം പോലീസുകാർ അടിച്ചു തകർത്തു എന്ന വാർത്ത പുറത്തറിഞ്ഞത് മുതൽ കേരളത്തിന്റെ യുവത്വം തെരുവിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള അർദ്ധരാത്രിയിലെ പ്രതിഷേധത്തിനാണ് ഇന്നലെ കേരളം സാക്ഷ്യം വഹിച്ചത്. പല ദേശീയപാതകൾ സ്തംഭിക്കുന്ന സാഹചര്യം. ദേശീയപാത ഉപരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. KSUവിന്റെ ചെറുപ്പക്കാരും യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരും തെരുവിലിറങ്ങുന്ന കാഴ്ച. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള അസംബ്ലികളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രതിഷേധം ആളിക്കത്തി. ഇന്നലെ ആത്മസംയമനം പാലിച്ചില്ലെങ്കിൽ, നേതാക്കന്മാർ ഇടപെട്ട് പ്രവർത്തകന്മാരെ ശാന്തമാക്കിയില്ലെങ്കിൽ വലിയ അക്രമം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. അതിനെ അവസരമില്ലാതാക്കിയത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. കാരണം ചെറുപ്പക്കാർ വൈകാരികമായി പ്രതികരിക്കും. കാരണം കേരളീയ യുവത്വത്തിന്റെ പ്രതീകമായ ഷാഫി പറമ്പിലിനെ, കേരളത്തിലെ സമരസംഘടനയുടെ നേതാവായ ഷാഫി പറമ്പിലിനെ ആക്രമിക്കുകയായിരുന്നു പോലീസ്. DYFIയുടെയും SFIയുടെയും CPMന്റെയും കൊട്ടേഷൻ ഗുണ്ടാ സംഘത്തിന്റെ ആജ്ഞാനുവർത്തികളായി പോലീസുകാർ മാറിയപ്പോൾ, അവിടെ ഷാഫിയെയും ആക്രമിച്ചപ്പോൾ പ്രതിഷേധമാണ് കേരളത്തിൽ ആളിക്കത്തിയത്. ഇത് ഇന്നലെ മാത്രം അതല്ല, ഇന്നും പലയിടത്തും പ്രതിഷേധം നടക്കുകയാണ്. നാളെയും പ്രതിഷേധം നടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഷാഫി കേരളത്തിന്റെ യൂത്തിന്റെ ഒരു ഐക്കണായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ യുവാക്കന്മാർ ഷാഫിയെ, കേരളത്തിലെ യുവത ഷാഫിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷാഫിക്കെതിരെ പ്രതിഷേധിച്ച, അല്ലെങ്കിൽ ഷാഫിക്കെതിരെ കള്ളവാർത്ത എഴുതി പിടിപ്പിച്ച DYFIക്കാർക്കെതിരെ രാഷ്ട്രീയം മറന്ന് യുവാക്കൾ ഒന്നിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതേ സ്വരമാണ് ഇന്നലെ പ്രതിഷേധത്തെ ആളിക്കത്തുമ്പോൾ നമ്മൾ കണ്ടത്. കേരള പോലീസിനെതിരെ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ മുദ്രാവാക്യം മുഴക്കിയ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കാരണം അവർക്കറിയാം ഷാഫി പോരാടുന്നത് നേരിന് വേണ്ടിയാണെന്ന്. ആ കേരളീയ യുവത്വം സമാനതകളില്ലാത്ത സമരവുമായി കേരളത്തിന്റെ തെരുവീതികളിൽ ഇന്നലെ ഇറങ്ങിയപ്പോൾ ആ സമരത്തിന്റെ മുന്നിൽ പകച്ചു നിന്ന പോലീസിനെയും ഭരണകൂടത്തെയുമാണ് കേരളം കണ്ടത്.